ഹലോ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ വരുമല്ലേ? അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഓഗസ്റ്റിലെ ഫസ്റ്റ് സൺഡേ, അതായത് ഓഗസ്റ്റ് 3 ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. കുറച്ച് പേരൊക്കെ ജൂലൈ 30 ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ഫ്രണ്ട്സിന് കൊടുക്കാനും പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ബർത്ത്ഡേ വരുമ്പം അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിന്നൊരു 3 ഗിഫ്റ്റ് ഐറ്റംസ് സെറ്റാക്കാം, അതും പേപ്പർ ഉപയോഗിച്ച്. ഇപ്പം ഞാൻ കാണിച്ച പോലെയെല്ലാം ആ പേപ്പറിനെ ഒന്ന് നമുക്ക് വെട്ടിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫെവിക്കോൾ ഒഴിച്ച് അതൊന്ന് ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ക്യൂട്ട് ബോക്സ് കിട്ടും. അപ്പോൾ ആ ഗ്യാപ്പ് ഒന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ, അതൊക്കെ ഫില്ല് ചെയ്യാൻ നമ്മുടെ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ അതെ, ഈ കാണുന്ന പേപ്പർ വെച്ച് ഇതേപോലെ നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ പേപ്പർ ഇങ്ങനെ കിട്ടിയതല്ല കേട്ടോ, മുറിച്ചെടുത്തതാണ്. അപ്പോൾ അതെ, ഈ കാണുന്ന പോലെയൊക്കെ നമ്മളൊരു കുഞ്ഞ് സ്റ്റാറിനെ ഉണ്ടാക്കി അങ്ങെടുത്തു. ഒരു സ്റ്റാർ പവറില്ല, അപ്പോൾ കുറച്ചേറെ സ്റ്റാറിനെ ഉണ്ടാക്കി. ഇനി ഇതെല്ലാം നമുക്ക് ആ പേപ്പറിലേക്ക് ഒരു ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ. പിന്നെ ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണ്ടേ, അതിനുവേണ്ടി ആ കോർണേഴ്സിലെല്ലാം 4 സ്റ്റാറും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബർത്ത്ഡേ ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നും പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ആണെങ്കിൽ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നും എഴുതി നമുക്ക് ഈ ഐറ്റം നമ്മുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് ഇത്? ഇനി നമുക്ക് അടുത്ത ഗിഫ്റ്റ് ഉണ്ടാക്കാം. ഇത് കുറച്ച് ടഫാണ്, എന്നാലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ കുറച്ച് എഫേർട്ട് ഇട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് നല്ലതല്ലേ. അപ്പോൾ ദേ ഞാൻ ഈ വരച്ച പോലെ വരച്ചിട്ട് ഈ കോർണർ നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യമൊക്കെ വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 2 പേപ്പറോടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ദേ ഇതുപോലെ ആ കോർണേഴ്സ് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. പിന്നെ ദേ ഇതിൽ 2 ഹോൾസ് ഇട്ട് കൊടുക്കണം. പിന്നെ മറ്റേ പേപ്പറിലും ഹോൾ ഇടണം. അപ്പോൾ നമ്മൾ കത്രിക വെച്ച് എങ്ങനെയൊക്കെയോ ആ ഹോൾസ് ഇട്ടു. പിന്നെ ദേ ഞാൻ ഈ കാണിക്കുന്ന പോലെ വരച്ച് അതും കൂടെ നമുക്ക് വെട്ടിയെടുക്കാം. പിന്നെ ഇങ്ങനെ എടുക്കുന്ന അത് ഒരു ലോക്കായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഞാൻ ഈ കാണിക്കുന്ന പോലെ മാത്രം എല്ലാം ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമുക്കൊരു ലോക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ 2 ലോക്ക് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു പേപ്പർ എടുത്ത് അതിലും കൂടെ ഒരു ഹോളിട്ട് കൊടുക്കാം. പിന്നെ ഈ കാണുന്ന പോലെ ആ പേപ്പർ വെച്ചിട്ട് നമ്മൾ മുമ്പേ ഉണ്ടാക്കിയ ലോക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്ത് അതൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അവിടെ. പിന്നെ ആ മറ്റേ പേപ്പറിൽ ഈ മുകളിൽ കാണുന്ന ഹോളും കൂടെ നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന മെക്കാനിസം. പിന്നെ ഇതേപോലെ ഒരു കുഞ്ഞൻ പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്ത് മെസ്സേജാണോ വേണ്ടുന്നത് അതവിടെ എഴുതി കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പാണ്ടേനെ വരച്ചു, ഒരു ബലൂൺ ഹോൾഡ് ചെയ്യുന്ന പോലെ. എന്നിട്ട് അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുത്തു. ഞാൻ ഈ പെൻസിലും കൊണ്ട് വരച്ച് അത് തെളിച്ചില്ലാത്തതുകൊണ്ട് വീണ്ടും പേന കൊണ്ട് വരയ്ക്കുന്നുണ്ടേ. അപ്പോൾ പേനയും കൊണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കാം. ഇനി അത് ആ പേപ്പറിലോട്ട് ഒട്ടിച്ചും കൂടെ കൊടുക്കാം. പിന്നെ ഇനി നമുക്ക് എന്ത് മെസ്സേജാണോ വേണ്ടത് അതവിടെ എഴുതി 2 ഡബിൾ സൈഡ് ടേപ്പും കൂടെ ഒട്ടിച്ച് അതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത ഗിഫ്റ്റ് സെറ്റാക്കിയാലോ? കൂട്ടത്തിൽ ഏറ്റവും എളുപ്പം ഇത് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ആ പേപ്പറിൻ്റെ കോർണേഴ്സ് ഒന്ന് കട്ട് ചെയ്ത് അതിലൊരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കാം. എന്നിട്ട് വൂളൻ ത്രെഡ് എടുത്ത് ഒരു സൂചി കോർത്ത് ഈ കാണിക്കുന്ന പോലെ
നമുക്കൊരു ഹാർട്ട് ഷേപ്പ് തുന്നിയെടുക്കാം. അപ്പോൾ അത് എല്ലാം ഇങ്ങനെ തുന്നിയെടുത്ത് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിന് നമ്മുടെ ലോക്കും കൂടെ ചെയ്യും. 2 ടെഡി ബിയർ അത് ഹോൾഡ് ചെയ്തേക്കുന്ന പോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് എന്ത് മെസ്സേജാണോ വേണ്ടത് അതും കൂടെ എഴുതി കൊടുക്കാം. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ബൈ.